ഇന്ന് പുറത്തു വന്ന രണ്ട് IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് CSKയുമായി ബന്ധപ്പെട്ടതാണ്. CSKയുടെ എല്ലാം അത് ധോണിയാണ്. ധോണി ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചാലും ധോണി CSKയിലുള്ളതാണ് അവരുടെ ഭാഗ്യം. ധോണിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. എന്നാൽ ഇപ്പോൾ CSK ആരാധകർക്ക് ദുഃഖവാർത്തയാണ് വന്നിരിക്കുന്നത്. ധോണി IPL നിന്ന് വിരമിക്കാൻ പോവുകയാണ്. അടുത്ത സീസണിൽ ധോണി കളിച്ചേക്കില്ല. ധോണിക്ക് കാൽമുട്ടിന് പരിക്കുണ്ട്. കഴിഞ്ഞ വട്ടം ധോണി ശസ്ത്രക്രിയ നടത്തിയതാണ്. ഇപ്രാവശ്യം വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ധോണി ഒരു സീസൺ കൂടി കളിക്കാൻ ഉണ്ടായിരിക്കില്ല. ഇത് ധോണിയുടെ അവസാന സീസണാണെന്ന് ഉറപ്പായിരിക്കുകയാണ്. അങ്ങനെ ധോണിയും CSK ടീമിൽ നിന്ന് പടിയിറങ്ങാൻ പോവുകയാണ്. ധോണി ഉടനെ തന്നെ വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് രാജസ്ഥാൻ ടീമിനെ സംബന്ധിക്കുന്നതാണ്. സഞ്ജുവിന്റെ അവസാന ഡെഡ് ലൈൻ ആയിരുന്നു ഈ IPL. ഇപ്രാവശ്യം കപ്പ് നേടിയില്ലെങ്കിൽ സഞ്ജുവിനെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കുമെന്ന് രാജസ്ഥാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സഞ്ജുവിനെ ഫൈനൽ പോലും കാണാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ രാജസ്ഥാൻ ടീമിനെ അടുത്ത IPLൽ പുതിയ ക്യാപ്റ്റനാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അത് മറ്റാരുമല്ല, ബട്ട്ലർ ആയിരിക്കും രാജസ്ഥാന്റെ പുതിയ ക്യാപ്റ്റൻ. സഞ്ജുവിന് ഇനി സമ്മർദ്ദമില്ലാതെ കളിക്കാൻ സാധിക്കും. സഞ്ജുവിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് രാജസ്ഥാൻ മാറ്റുകയാണ്. സഞ്ജുവിന് ഇത് എന്തുകൊണ്ടും നല്ലതാണ്. ക്യാപ്റ്റൻസി ഭാരമില്ലെങ്കിൽ നല്ല രീതിയിൽ കളിക്കാൻ സാധിക്കും. ഇനി സഞ്ജു ഒരു ക്യാപ്റ്റൻ അല്ല, മറിച്ചൊരു ബാറ്റ്സ്മാൻ മാത്രമായിരിക്കും. ബട്ട്ലർ മികച്ച ക്യാപ്റ്റനാണ്. ഇംഗ്ലണ്ട് ടീമിനെ കപ്പ് നേടിക്കൊടുത്തിട്ടുണ്ട്. ബട്ട്ലർ ക്യാപ്റ്റനായാൽ അത് രാജസ്ഥാനെ കൂടുതൽ ഗുണം ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.